ഹലോ വെൽക്കം ബാക്ക് ടു അർച്ചനാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പപ്പുടൂൻ്റെ നെയ്മിങ് സെറമണിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ കണ്ടിട്ട് വരൂ. ഹലോ, അപ്പോൾ പപ്പുടൂൻ്റെ പേര് വിളിയുടെ തലേദിവസമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ കാരണം ഭയങ്കര സൗണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഫുള്ള്. അപ്പോൾ പാട്ടുണ്ട്, പിന്നെ ഭയങ്കര, അപ്പം അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഫുള്ള്. അപ്പോൾ ഇതായിരുന്നു ബാക്കിലൊരു ബാനറും പിന്നെ ഡെക്കറേഷൻസൊക്കെയാണ്. അപ്പോൾ പ്രിപ്പറേഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. രാത്രി ഇപ്പോൾ 11 മണി 11:30 തോന്നുന്നു, പക്ഷെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം സെറ്റാണ്. അപ്പം ഞങ്ങൾ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെയാണ്, വെൽക്കം ടു അവർ ബേബീസ് നെയ്മിങ് സെറമണി. അപ്പോൾ ഞങ്ങളെ പപ്പടൂനെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും ഗേറ്റ് കടന്ന് വരുമ്പോൾ കാണുന്നൊരു ബാനർ ഫസ്റ്റ്. പിന്നെ അടുത്ത ദിവസമായപ്പോൾ ഞങ്ങളെല്ലാവരും രാവിലെയൊക്കെ നേരത്തെയൊക്കെ എഴുന്നേറ്റു കേട്ടോ. അത് കഴിഞ്ഞ് പപ്പടു ഭയങ്കര കരച്ചിലായിരുന്നു. പപ്പടു ഭയങ്കര വാശിയായിരുന്നു. കുട്ടി അവൾക്ക് വിശന്ന് പാല് കിട്ടേണ്ടപ്പോഴും ഉറങ്ങുമ്പോഴായിരിക്കും അവൾ ഭയങ്കര വാശി പിടിക്കുക. അപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ പപ്പടു. അത് കഴിഞ്ഞിട്ട് പപ്പടുവിനെ സമാധാനിപ്പിച്ച് പുറത്തൊക്കെ കൊണ്ടുപോയി നടന്ന് സമാധാനിപ്പിച്ച് വന്നപ്പോൾ അച്ഛൻ ഇവിടെ ഇരുന്നു, അമ്മ വിളക്കൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കണം, ജോൺസൺ ചേട്ടൻ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കണത് അശ്വതിയുടെ അച്ഛമ്മയാണ് കേട്ടോ. അപ്പം അപ്പോൾ അത്രയും പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ്റെ മടിയിൽ ഫസ്റ്റ് ഇരുത്തി പപ്പടുവിനെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. ഞങ്ങൾ ഇപ്പം കാണിക്കണ പോലെയൊക്കെ അവളെ ചെയ്ത് കഴിയുമ്പോൾ അവൾ നോർമൽ ആവാറുണ്ടായിരുന്നു, അവൾ ഓക്കെ ആവാറുണ്ട്. പക്ഷെ എനിക്കറിയില്ല, അന്ന് അവൾ കുറച്ചൊക്കെ, നമുക്കറിയാമല്ലോ ഉണ്ണികൾ അന്ന് കുറച്ചൊക്കെ അൺകംഫർട്ടബിൾ ആയിരിക്കും. അവർക്ക് എല്ലാവരും കാണുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും മാറി മാറി എടുക്കുമ്പോൾ ഒക്കെ ഒരു ഭയങ്കര ഇതായിരിക്കും. അങ്ങനെ അശ്വതി മാറി എടുത്തു, സെറ്റാക്കാനൊക്കെ നോക്കി. അവൾ കുറച്ചൊക്കെ സെറ്റായതിന് ശേഷം 10 മണിക്കുള്ളിൽ പേര് വിളിക്കണം എന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പം ഈ കളിപ്പാട്ടത്തിൽ ഇങ്ങനെ ആക്കുന്നത് അശ്വതിയുടെ അമ്മയാണ് കേട്ടോ. അപ്പുറത്തേക്കുള്ളത് എൻ്റെ അമ്മ, പിന്നെ അവിടെ ഇരിക്കുന്നത് 2 അച്ചച്ചന്മാർ, എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയുടെ അച്ഛനും. പിന്നെ അതിന് ശേഷം അച്ഛൻ പേര് വിളിച്ചു, അതിന് ശേഷം ചേട്ടനും അശ്വതിയും പേര് വിളിച്ചു. ഇപ്പം ഇനി അമ്മ ഇരിക്കുകയാണ്. പിന്നെ അമ്മ ഇന്ന് കുറച്ചും കൂടി ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരക്കുട്ടിക്ക് അമ്മയുടെ പേരാണ് വിളിക്കുന്നത്. അവൾ പെൺകുട്ടി ആയതുകൊണ്ട് അമ്മയുടെ പേരാണ് വിളിക്കുന്നത്, അതുകൊണ്ട് അമ്മ ഹാപ്പിയാണ്. അപ്പം അങ്ങനെ ഇപ്പം അപ്പോഴും ഓക്കെയാണ്. കാരണം പപ്പടൂന് ഇങ്ങനെ ഇരുത്തില്ലേ. ഇപ്പോൾ അവൾ കുറച്ചും കൂടി വലുതായി, 90 ദിവസമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ പപ്പടൂന് ഇങ്ങനെ ഇരുത്തണതാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം. ഇപ്പം കംഫർട്ടബിളായിട്ട് അവൾ അങ്ങനെ ഇരുന്നോടും. അപ്പോൾ അതേ അമ്മ പേര് വിളിക്കുക. അതിന് ശേഷം അവരവരുടേതായ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അശ്വതിയും ചേട്ടനും ഉണ്ണിയും കൂടിയിട്ട് ഫോട്ടോ എടുക്കുക. പക്ഷെ ഞങ്ങളുടെ കയ്യിലൊരു കളിപ്പാട്ടമുണ്ട്, ഞങ്ങൾക്കൊരു കിലുക്കം കേൾക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും അൺകംഫർട്ടബിൾ ആവും. അപ്പോൾ ഞങ്ങൾ കയ്യിലതൊക്കെ കൊടുത്ത് പപ്പടൂനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോയ്ക്കൊന്നും ആൾ പോസ്റ്റൊന്നും ചെയ്യണില്ല. അവൾ വേറെ എവിടെയോ എന്തൊക്കെയോ കണ്ടിട്ട് അവിടേക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. പക്ഷെ കരയാണ്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം എനിക്കും ഒരു അവസരം കിട്ടി. എൻ്റെ ആദ്യത്തെ അനന്തരവളാണ്. പിന്നെ അവൾക്കൊരേ ഒരു ആൻറ്റി ഉള്ളൂ, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കും ഒരു അവസരം കിട്ടി. പക്ഷെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും അവൾ ഭയങ്കര കരച്ചിലായിട്ടാണ്. ഞാനും ജസ്റ്റ് അവളുടെ പേരൊക്കെ വിളിച്ചു, സെറ്റായി. അതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ്റെ അപ്പുറത്തിരിക്കുന്നത് അശ്വതിയുടെ അനിയത്തിയാണ്, ആതിര. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത് ജസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു ഒന്ന് പോസ് ചെയ്യാനൊക്കെ പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് പോസൊക്കെ ചെയ്ത് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പോയിട്ട് എൻ്റെ റോള് കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഇനി ഞങ്ങളുടെ നെയ്മിങ് സെറമണിയാണ്. അപ്പോൾ ഞങ്ങൾ പേര് റിവീൽ ചെയ്യാൻ പോവാണ്. ഇത്ര നേരമായിട്ടും പേര് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്താണ് പേര്. പിന്നെ ഞാനെപ്പോഴും പപ്പടു എന്ന് വിളിച്ചിട്ട് എല്ലാവരും ചോദിച്ചു പി വെച്ചിട്ടാണോ പേര്. പക്ഷെ പി വെച്ചിട്ടല്ല പേര്. യെസ്, അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ പേര്, ഞങ്ങളുടെ പപ്പടുവിൻ്റെ പേര് ഇനിക അഖിൽ. അപ്പോൾ ആ സമയത്ത് ആൾ സെറ്റായിരുന്നു, ഒന്നും കരഞ്ഞൊന്നുമില്ല. പേരൊക്കെ കണ്ടു.
പിന്നെ ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയായിട്ട് ഫോട്ടോ എടുത്തു ഫസ്റ്റ്, അതിന് ശേഷം ഞാനെടുത്തു. പിന്നെ അശ്വതിയുടെ ഫാമിലി ആയിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നു ഫോട്ടോയ്ക്ക് ഭയങ്കര ഇതില്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ, വീഡിയോയിൽ കാണുമ്പോൾ ഒട്ടും കളറില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ബാനറിലേക്കാണ് ഫുള്ള് കളർ പോയിട്ടുള്ളത്. പിന്നെ അതൊക്കെ അച്ഛൻ്റെ ഫാമിലിയാണ് കേട്ടോ, അച്ഛമ്മയുടെ ഫാമിലീസാണ്. പിന്നെ ഇത് അമ്മായിയുടെ മോളും പിള്ളേരും മരുമോളും കുട്ടിയുമാണ്. അപ്പം അമ്മായി ഞങ്ങളുടെ ഫാമിലിയിലത്തെ ഒരു പാർട്ടാണ് കേട്ടോ. കുറേ കാലമായിട്ട് അമ്മായി ഞങ്ങളുടെ ഫാമിലിയിലുണ്ട്. ഇനിയും എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു, പക്ഷെ എനിക്ക് ഓടി നടന്നതുകൊണ്ട് എനിക്ക് എല്ലാ ഫോട്ടോസും കിട്ടിയില്ല. ഇന്ന് അശ്വതി ഫോട്ടോ വീഡിയോയിൽ കാണിച്ചു തരും. പറയൂ, എന്താണ് പറയാനുള്ളത്, അഭിപ്രായം പറയൂ. എന്താ കണ്ടോ, നാത്തൂന് കോൺസെൻട്രേഷൻ വേണമെന്നൊക്കെയാണ് പറയണത്. എന്തെങ്കിലും പറയാനുണ്ടോ? അച്ഛനെന്തെങ്കിലും പറയണ്ട? അച്ഛനെന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്ക് അന്ന് കിട്ടിയ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ പപ്പടുവിൻ്റെ ഫോട്ടോസും ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ.